ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം ജൂൺ 30 നടന്ന PSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ പൊതുവെ വിലയിരുത്തുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമ്മൾ പല ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് നിങ്ങളിത് എക്സാം പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിഫിക്കൽട്ട് ആയിട്ട്, അതായത് ഡയറക്റ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് വളരെ കുറവാണ്. അതുകൊണ്ട് ഹൈ കട്ട് ഓഫ് മാർക്ക് നമുക്ക് ഈ എക്സാമിന് പ്രതീക്ഷിക്കാം. ഇപ്പോ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, DC voltage of 40 volt is applied across series connected resistors 4 ohm and 3 ohm. Find current through 2 ohm resistance if it is connected across 4 ohm resistor. തന്നിരിക്കുന്നത് ഒരു സിമ്പിൾ DC സർക്യൂട്ട് ആണ്. അത് 4 ohm റെസിസ്റ്ററും 3 ohm റെസിസ്റ്ററും സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 40 വോൾട്ട് ആണ്. 40 വോൾട്ട് ഈസ് അപ്ലൈഡ്. ഇവിടെ നമുക്ക് 4 ohm ഉണ്ട്, അതുപോലെ തന്നെ 3 ohm റെസിസ്റ്ററും വരുന്നുണ്ട്. ഈ 4 ohമിന് അക്രോസ് നമ്മളൊരു 2 ohm റെസിസ്റ്റർ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ohമിൽ കൂടെയുള്ള കറണ്ട് എത്രയെന്നാണ് ചോദ്യം. സോ കറണ്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്, ടോട്ടൽ കറണ്ട് നമുക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ടോട്ടൽ കറണ്ട് I ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്? 40 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ കാണണം. ഇവിടെ നമുക്ക് 2 ohm 4 ohm പാരലലി കണക്റ്റഡ് ആണ്. 2 ohm പാരലൽ 4 എന്ന് പറയുമ്പോൾ 8/6, 2 into 4 8/6 നമുക്ക് കിട്ടുന്നത് 4/3 എന്നുള്ള റെസിസ്റ്റൻസ് വാല്യൂ ആണ്. അതിന് സീരീസ് ആയിട്ടാണ് ഈ 3 ohm വരുന്നത്. ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് 4/3 പ്ലസ് 3. സോ വാല്യൂ ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 13 ആണ്. ഇപ്പൊ കറണ്ടിന്റെ വാല്യൂ, ടോട്ടൽ കറണ്ടിന്റെ വാല്യൂ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് കറണ്ട് ത്രൂ 2 ohm റെസിസ്റ്റർ I2 ohm ഈക്വൽ ടു കറണ്ട് ഡിവിഷൻ ഫോർമുല എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ദ അതർ ബ്രാഞ്ച് ഡിവൈഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ്. അപ്പൊ 2 + 4 ആണ് ഡിനോമിനേറ്ററിൽ വരിക, ഇൻറ്റു ടോട്ടൽ കറണ്ട് I. Substituting will get 4/6 into 120 divided by 13. വാല്യൂ നമുക്ക് കിട്ടുന്നത് 80 divided by 13 എന്നുള്ള വാല്യൂ ആണ്. സോ റൈറ്റ് ആൻസർ ഈസ് 6.1 ആംപിയർ. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. 6.1 ആംപിയർ ആണ് ടോട്ടൽ കറണ്ട് ത്രൂ 2 ohm നമുക്ക് കിട്ടുന്നത്. അടുത്ത ചോദ്യം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മാക്സിമം പവർ ട്രാൻസ്ഫർ ഫ്രം സോഴ്സ് ടു ലോഡ് when its Thevenin equivalent resistance is dash the load resistance. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, ഹാഫ്. എല്ലാവർക്കും അറിയാം മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്താ പറയുന്നത്? മാക്സിമം പവർ വിൽ ബി ട്രാൻസ്ഫേർഡ് ഫ്രം എ സർക്യൂട്ട് വെൻ Thevenin equivalent resistance ഈക്വൽ ടു RTH ഈക്വൽ ടു ലോഡ് റെസിസ്റ്റൻസ്. ലോഡിലേക്ക് മാക്സിമം പവർ എത്തുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ, RLന്റെ വാല്യൂ RTH ആവുമ്പോഴാണ്. When RL equal to RTH, maximum power will be delivered to load. So this is maximum power transfer condition. Maximum power transfer condition. Right answer is option C, equal to എന്ന് പറയുന്നതാണ്. അടുത്ത ചോദ്യം, 3 resistors RAB, RBC and RCA are connected in delta whose values are in the ratio 1:2:4. Then the ratio of its equivalent resistance in star. അപ്പോ ഇക്വലന്റ് റെസിസ്റ്റർ ഇൻ സ്റ്റാർ RA:RB:RC അതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ചോദ്യം നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള ടൈപ്പാണ്. സ്റ്റാർ ടു ഡെൽറ്റ ആൻഡ് ഡെൽറ്റ ടു സ്റ്റാർ, അതിന്റെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഒക്കെ എല്ലാവർക്കും അറിയാം. ഇവിടെ RAയുടെ ഇക്വേഷൻ എന്താണ്? RA ഈക്വൽ ടു RAB into RCA divided by sum of delta resistors RAB plus RBC plus RCA. ഇതാണ് സ്റ്റാർ ടു ഡെൽറ്റ ടു സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. RCA ആണ് ലാസ്റ്റ് വാല്യൂ. നമുക്ക് ഇതിന്റെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇതേ റേഷ്യോയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് 1 ohm ആയിട്ട് RAB എടുക്കാം, RBC 2 ohm ആയിട്ട് എടുക്കാം, RCA 4 ohm ആയിട്ട് എടുക്കാം. അപ്പോൾ RAB into RCA, അപ്പോൾ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 1 into 4 divided by sum.
സം 1 പ്ലസ് 2 പ്ലസ് 4 ഈക്വൽ ടു 7 ആണ് വരിക. 4/7 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. കറസ്പോണ്ടിങ് ആർ ബി വാല്യൂ നമ്മൾ കാണുമ്പോൾ ബി വരുന്ന അപ്പിയർ ചെയ്യുന്ന ടേംസ് ഏതൊക്കെ ആർ എ ബിയും ആർ ബി സിയും. അപ്പോൾ 1 into 2 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എല്ലായ്പ്പോഴും സെയിം ആണ്. 2:7 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അതുപോലെ ആർ സി വാല്യൂ എന്താ കിട്ടുക? ആർ സി വാല്യൂ നമ്മൾ കാണുമ്പോൾ ആർ ബി സി ഇൻറ്റു ആർ സി എ ഡിവൈഡ് ബൈ സം ആണ്. That is equal to 2 into 4 divided by 7. So answer is 8/7. ഇനി നിങ്ങൾക്ക് ഇതിന്റെ റേഷ്യോ വളരെ ഈസി ആയിട്ട് കാണാം. ആർ എ ഈസ് ടു ആർ ബി ഈസ് ടു ആർ സി. സോ നമുക്ക് വാല്യൂ ആ റേഷ്യോ ആയിട്ട് കാണുമ്പോൾ ഏറ്റവും 2/7 കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2:1:4 എന്നുള്ള റേഷ്യോ ആണ്. കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, reactive power in RLC circuit connected to a AC source is proportional to reactive power of a RLC circuit. എന്താണ് റിയാക്റ്റീവ് പവർ? റിയാക്റ്റീവ് പവർ എന്ന് പറയുമ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. എനർജി സ്റ്റോർഡ്, അപ്പോൾ ആ എനർജിയാണ് റിയാക്റ്റീവ് പവർ ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടും, അതുപോലെ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഇൻഡക്റ്റീവ് എനർജിയും അതുപോലെ കപ്പാസിറ്റീവിൽ സ്റ്റോർ ചെയ്യുന്ന ഇലക്ട്രിക് എനർജിയും അത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്, സൈൻ ഡിഫറൻസ് ഉണ്ട് അല്ലെ? അപ്പോൾ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ റിയാക്റ്റീവ് പവർ ആയിട്ട് എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 5. എല്ലാവർക്കും അറിയാവുന്നതാണ് ആർ എൽ സി സർക്യൂട്ടിന്റെ റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് ആർ എൽ സി സർക്യൂട്ട് എഫ് നോട്ട് ഈസ് ഗിവൺ ബൈ 1/2π റൂട്ട് ഓഫ് എൽ സി എന്ന് പറയുന്നതാണ് റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഇനി നമുക്ക് പുതിയ എഫ് നോട്ട് ആണ് കാണേണ്ടത്. എന്താ കണ്ടീഷൻ? ഇഫ് ദ വാല്യൂസ് ഓഫ് പാരാമീറ്റേഴ്സ് ആർ ഹാഫ്ഡ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ അതുപോലെ റെസിസ്റ്റൻസ് ഒക്കെ ഹാഫ് ദ വാല്യൂ ആയിട്ട് മാറുമ്പോൾ ഫ്രീക്വൻസി എത്രയായിട്ട് മാറും? നമുക്ക് L/2 ആയിട്ട് മാറും. അതുപോലെ C/2 ആയിട്ട് മാറുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1/2π ഇൻറ്റു റൂട്ട് ഓഫ് L/2 ഇൻറ്റു C/2 ആൻഡ് ദിസ് ബിക്കം 2 times എഫ് നോട്ട്. ഓക്കെ, 2 times എഫ് നോട്ട് ആണ്. ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വോൾട്ടേജ് അപ്ലൈഡ് ടു എ R equal to 8 ohm, XL equal to 6 ohm series circuit is 150 volt. So നമുക്കൊരു സർക്യൂട്ടിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും അതുപോലെ തന്നെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസിന്റെ വാല്യൂ 8 ohm ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് 6 ohm ആണ്. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ J6 ohm എന്ന് എഴുതണം. റിയാക്ടൻസ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് JXL ആണ്. സോ ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, അതിന്റെ എ സി വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. 150 വോൾട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. എ സി ആണ്, എ സി വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കറണ്ട് ത്രൂ ദ സർക്യൂട്ട്, കറണ്ടിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. കറണ്ട് I is equal to, ഐയുടെ ഫോർമുല എന്താണ്? I is equal to V divided by Z ആണ്. Z എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് R square plus XL square ആണ് വരിക. ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുക. 150 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. ഡിനോമിനേറ്റർ 10 ആണ് വരുന്നത്. 150 ഡിവൈഡഡ് ബൈ 10 വാല്യൂ 15 ആംപിയർ ആണ് നമുക്ക് കിട്ടുക. 15 ആംപിയർ. ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, 15 ആംപിയർ എ ആണ് വരുന്നത്. സോ അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 7. Two coils A and B of same material are connected in parallel across the supply. അപ്പോൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നോട്ട് ചെയ്യാം. 2 കോയിൽസ് ആണ് നമുക്കുള്ളത്, എ ആൻഡ് ബി. സോ ഇതിന്റെ റെസിസ്റ്റൻസ് RA ആയിട്ട് എടുക്കാം, ഇതിന്റെ റെസിസ്റ്റൻസ് RB ആയിട്ട് എടുക്കാം. അപ്ലൈഡ് വോൾട്ടേജ് V ആണ്. ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കോയിൽ എ. അപ്പോൾ ഇവിടെ കോയിൽ എ ഹാസ് ഡയമീറ്റർ ആൻഡ് ലെങ്ത് ഡബിൾ ദാറ്റ് ഓഫ് കോയിൽ ബി. ലെങ്ത്തും ഡബിൾ ആണ്, കോയിൽ എയുടെ ലെങ്ത്തും ഡബിൾ ആണ്, ഡയമീറ്ററും ഡബിൾ ആണ്. നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ്, ഡയമീറ്റർ ഡബിൾ ആവുമ്പോൾ റെസിസ്റ്റൻസ് 1/4 ടൈംസ് ആയിട്ട് മാറും. ലെങ്ത് ഡബിൾ ആവുമ്പോൾ റെസിസ്റ്റൻസ് ഹാഫ് ആയിട്ട് മാറും. സോ
ആർ എ എന്ന് പറയുന്നത് ആർ ബിയുടെ പകുതിയെ വരുള്ളൂ. 1/2 ആർ ബി ആണ് വരിക. ഓക്കെ, സോ ഡയമീറ്ററും അതുപോലെ ലെങ്ത്തും കൂടുന്നുണ്ട്. അത് നമ്മൾ രണ്ടും കൂടെ എടുക്കുമ്പോൾ ആർ എ വിൽ ബി ഹാഫ് ഓഫ് ആർ ബി. റെസിസ്റ്റൻസിന്റെ നിങ്ങൾക്ക് ഫോർമുല വേണമെങ്കിൽ പറയാം, റോ ഇൻറ്റു എൽ ബൈ എ. ഈ ഫോർമുലയിൽ ഏരിയ 4 ടൈംസ് ആയിട്ട് മാറും, ലെങ്ത് 2 ടൈംസ് ആയിട്ട് മാറും. ഓവറാൾ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ 1/2 ടൈംസ് ആണ്. സോ ആർ എ ഈക്വൽ ടു ഹാഫ് ഓഫ് ആർ ബി. അങ്ങനെ വരുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കോയിൽ എ, നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കോയിൽ എ എച്ച് നമ്മൾ കാണുകയാണെങ്കിൽ പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ ബൈ 1/RA പ്രൊപ്പോർഷണൽ. വി സ്ക്വയർ ബൈ എച്ച് ഹീറ്റ് പ്രൊഡ്യൂസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്നാണ്. ടി, ആർ എ ഇൻറ്റു ടി. സോ അടുത്തതിൽ വി സ്ക്വയർ, ഇത് എച്ച് എ ആണ്. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആർ ബി എന്ന് പറയുമ്പോൾ വി സ്ക്വയർ ബൈ ആർ ബി ഇൻറ്റു ടി എന്നാണ്. ടി ടൈം ആണ്. സോ ഇവിടെ റെസിസ്റ്റൻസ് ഓഫ് ആർ എ ഈസ് ഹാഫ് ദാറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആർ ബി. സോ ഏതിലായിരിക്കും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആർ എ വിൽ ബി മോർ ദാൻ, ഓക്കെ, ദാറ്റ് ഓഫ് കോയിൽ ബി. സോ മോർ ദാൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പവർ ഫാക്ടർ ഓഫ് ആൻ ആർ എൽ സി സീരീസ് സർക്യൂട്ട് connected across 230 volt 50 hertz supply is 0.8. If capacitor is removed from the circuit, then power factor become 0.625. What will be the power factor if inductor is also removed from the circuit? So ഇൻഡക്ടറും കൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആയിട്ടാണ് കിട്ടുക. സോ റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിന്റെ കേസിൽ പവർ ഫാക്ടർ എത്രയാണ് വരിക? പി എഫ് ഈക്വൽ ടു യൂണിറ്റ് 1 ആയിട്ട് മാറും. സോ ഇതിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് ഒന്നും കറക്റ്റ് അല്ല. ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദീസ് എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കപ്പാസിറ്ററിന്റെ ഒരു ചാർജിങ് ക്വസ്റ്റ്യൻ ആണ്. 1 microfarad capacitor is charged to 400 volt. Find the value of voltage to which the capacitor is discharged if 0.06 joule energy is removed from capacitor. ഇപ്പൊ ഇനീഷ്യലി കപ്പാസിറ്റർ ചാർജ് ചെയ്തിരിക്കുകയാണ്. ആ ചാർജ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 400 വോൾട്ട് ആണ്. അതിൽ കുറച്ച് ഡിസ്ചാർജ് ചെയ്തു, അപ്പോൾ എനർജി 0.06 ജൂൾസ് എനർജി കുറഞ്ഞു. ആ സമയത്തുള്ള കപ്പാസിറ്റർ വോൾട്ടേജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ, അതിന്റെ ഫോർമുല യൂസ് ചെയ്യാം. എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എന്താ ഫോർമുല? ഇ ഇസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ ആണ് ഫോർമുല. അപ്പോൾ ആദ്യം നമുക്ക് എത്രയാണ് അതിന്റെ വോൾട്ടേജ് നമുക്കറിയാം. അപ്പോൾ ഇനീഷ്യലി സ്റ്റോർഡ് ചാർജ് എത്രയാണ്, എനർജി എത്രയാണ് നമുക്ക് കാണാം. സോ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സി എന്ന് പറയുമ്പോൾ 1 മൈക്രോ ആണ്. 1 മൈക്രോ ഇൻറ്റു 400 സ്ക്വയർ. അതിന്റെ വാല്യൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.08 ജൂൾ എന്നാണ്. 0.08 ജൂൾ. ഇനി എനർജി കുറയാണ്, അതിൽ നിന്ന് ചാർജ് റിമൂവ് ചെയ്യുമ്പോൾ എനർജി കുറയാണ്, ഇലക്ട്രിക് ഫീൽഡ് കുറയാണ്. എനർജി ഇ ഡാഷ് എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? 0.08 മൈനസ് 0.06. അപ്പോൾ എനർജി കുറഞ്ഞ് 0.02 ജൂൾസ് ആയിട്ട് മാറും. അപ്പോൾ ഈ സമയത്തുള്ള കപ്പാസിറ്റർ വോൾട്ടേജ് എങ്ങനെ കാണാം? വി ആർ ഇക്വേറ്റിംഗ് ദിസ് ടു ഹാഫ് സി വി സ്ക്വയർ. സി വി ഡാഷ് അല്ലെങ്കിൽ V1 സ്ക്വയർ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. 0.2 ആണ്. കറസ്പോണ്ടിങ് V1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.02 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ സിയുടെ വാല്യൂ 1 മൈക്രോ ആണ്, 1 മൈക്രോ ഫാരഡ്. സോ ഇത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 200 വോൾട്ട് എന്നുള്ള വാല്യൂ ആണ്. 200 വോൾട്ട് ആണ് പിന്നീട് അതിന്റെ വാല്യൂ വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം എന്താന്ന് നോക്കാം. The quality factor, Q factor of a RC series circuit is, Q factor of a RC series circuit. Okay. Then is dash to power factor. Power factor ആയിട്ട് എങ്ങനെ
ബന്ധപ്പെട്ടിരിക്കുകയാണ്. ക്യൂ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താ? ക്യൂ ഫാക്ടർ, ക്വാളിറ്റി ഫാക്ടർ ഓഫ് ആർ സി സർക്യൂട്ട് ഈസ് എക്സ് ഡിവൈഡഡ് ബൈ ആർ. പവർ ഫാക്ടർ ആണെങ്കിലോ പി എഫ് ഈസ് ഗിവൺ ബൈ ആർ ബൈ എക്സ് സി ആണ്. ഓക്കെ, സോ പി എഫ് എന്ന് പറയുമ്പോൾ ആർ ബൈ എക്സ് സി, അതുപോലെ തന്നെ ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ ആൻസർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് കിട്ടും. സോ 10th ക്വസ്റ്റ്യൻ ആൻസർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്യൂ ഫാക്ടറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ പി എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ ഫാക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇസ് ലെസ് ദാൻ ബട്ട് പോസിറ്റീവ്. ഓക്കെ, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളതിനെ മാഗ്നറ്റൈസ് ചെയ്യുകയാണെങ്കിൽ, എച്ച് അപ്ലൈ ചെയ്തിട്ട് മാഗ്നറ്റൈസ് ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറും. അപ്പോൾ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി, എത്രത്തോളം മാഗ്നറ്റിക് ഫ്ലക്സ് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു മെഷറാണ്. എം ഈസ് പ്രൊപ്പോർഷണൽ ടു എച്ച്. എം ക്യാൻ ബി റിട്ടൺ ആസ് susceptibility into magnetizing force. This is magnetic magnetization produced, and this is magnetic field strength. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫീൽഡ് സ്ട്രെങ്ത് ആണ് ഇത്. എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നതാണ് ഇത്. മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലുണ്ടാകുന്ന മാഗ്നറ്റൈസേഷൻ ആണ്. ആൻഡ് ദാറ്റ് ഈസ് മാഗ്നറ്റിക് മൊമെന്റ്, ടോട്ടൽ മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണ്. സോ എച്ച് ഈക്വൽ ടു ഫീൽഡ് അപ്ലൈഡ്, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ്. സോ എം ഈസ് പ്രൊപ്പോർഷണൽ ടു എച്ച് ഓർ എം ഈസ് ഈക്വൽ ടു സൈ ഇൻറ്റു എച്ച്. ഈ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ബട്ട് പോസിറ്റീവ് ആണ്. സ്ലൈറ്റ്ലി മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്ന മെറ്റീരിയൽ ആണ് ഇത്തരം പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. The self-inductance of a coil is LA and that of coil B is LB. By keeping mutual inductance between coils same, if self-inductance of coil B is increased 4 times, what will be the change in coupling coefficient K? So നമുക്ക് മ്യൂച്വൽ ഇൻഡക്ടൻസും കപ്ലിംഗ് കോഎഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻ M is equal to K into root of LA into LB എന്നാണ്. ഇതിനകത്ത് K ആണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. ഓക്കെ, LA LB കറസ്പോണ്ടിങ് ഇൻഡക്ടൻസ് വാല്യൂ. ഇതിൽ M ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. സോ M റിമൈൻസ് സെയിം വാല്യൂ. M സെയിം വാല്യൂ. K ഡാഷ് ആയിട്ട് മാറി. അതുപോലെ തന്നെ LA അതും ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ ചേഞ്ച് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് LB ആണ്. In self-inductance of coil B is increased 4 times. 4 LB ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. M remains same. So K dash, അപ്പൊ ഇതിന്റെ 4 എന്നുള്ള വാല്യൂ റൂട്ടിന് പുറത്തേക്ക് എടുക്കുമ്പോൾ it become 2 K dash into root of LA LB. So നമുക്ക് ഇക്വേഷനിൽ M ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് 2 K dash equal to K and new value of coupling equal to K by 2. അപ്പോൾ K by 2 ആണ്. Coefficient of coupling is reduced by half. എന്നുള്ളതാണ് കിട്ടുക. K dash equal to K by 2 എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത ചോദ്യം, the two inductance coils A and B in series with the axis of one coil perpendicular to the axis of the other, then mutual inductance is. നമുക്ക് രണ്ട് കോയിൽ ഉണ്ട്. ഒരു കോയിൽ ഇങ്ങനെയാണ്, അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അടുത്ത കോയിൽ ഇങ്ങനെയാണ്, അതിന്റെ മാഗ്നറ്റിക് ആക്സിസ് ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അതിന്റെ മ്യൂച്വൽ ഇൻഡക്ടൻസ് വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. മ്യൂച്വൽ ഇൻഡക്ടൻസ് വാല്യൂ എന്ന് പറയുമ്പോൾ കപ്ലിംഗ് നടക്കുന്നുണ്ടോ? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്, ആദ്യത്തെ കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. കപ്ലിംഗ് നടക്കണമെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവണം. ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനാണ് വരുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് 0 ആയിരിക്കും. മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് 0 ആണ് വരുന്നത്. അടുത്ത ചോദ്യം, എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്റ്റീവ് കോയിൽ ഈസ് ഡാഷ് ടു സ്ക്വയർ ഓഫ് കറന്റ്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ഇൻഡക്റ്റീവ് കോയിലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി L ആണ് ഇൻഡക്ടൻസിന്റെ വാല്യൂ. കറണ്ട് I ആണെങ്കിൽ എനർജി സ്റ്റോർഡ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു L ഇൻറ്റു I സ്ക്വയർ. സോ കറണ്ടിന്റെ സ്ക്വയറിന്
പ്രൊപ്പോർഷണൽ ആയിട്ടാണ് എനർജി സ്റ്റോർ ചെയ്യുക. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കറന്റ്. സോ 14th ക്വസ്റ്റ്യന്റെ ആൻസർ സി ആണ്. അടുത്തത്, എ കോയിൽ ഹാസ് എ ടൈം കോൺസ്റ്റന്റ് 2 seconds ആൻഡ് ആൻ ഇൻഡക്ടൻസ് ഓഫ് 4 ഹെൻറി. If the coil is connected to 40-volt source, what will be the rate of rise of current in ampere per second at the instant of switching? നോക്കൂ, ഇവിടെ നമുക്കൊരു കോയില് അതുപോലെ സീരീസ് റെസിസ്റ്റൻസും വരുന്നുണ്ട്. റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടൊന്നുമില്ല. നമുക്കിവിടെ തന്നിരിക്കുന്നത് ടൈം കോൺസ്റ്റന്റ് ആണ്. ടൈം കോൺസ്റ്റന്റ് RL സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദ കോയിൽ ഈസ് കണക്റ്റഡ് ടു 40-volt സോഴ്സ്, അപ്പോൾ സഡൻലി നമ്മൾ ഒരു 40 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഇത് സഡൻലി റൈസിംഗ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ആണ്. വാട്ട് വിൽ ബി ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് കറന്റ് ഇൻ അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് സ്വിച്ചിങ്? അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് സ്വിച്ചിങ്, ലെറ്റ് us take instant of switching as T0. We know that inductor voltage, ഇൻഡക്ടർ കറണ്ട്, ഇനീഷ്യൽ കറണ്ട് 0 ആയതുകൊണ്ട് ഇൻഡക്ടർ കറണ്ട് എന്ന് പറയുന്നത് I0 പ്ലസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ VL എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ. ഇൻഡക്ടർ അപ്പോൾ ഓപ്പൺ ആയിട്ട് മാറുമ്പോൾ VL 0 പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള 40 വോൾട്ട് തന്നെയാണ് വരിക. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു L ഇൻറ്റു di/dt അറ്റ് 0 പ്ലസ്. ഇനീഷ്യലി ഇൻഡക്ടർ കറണ്ട് ഇനീഷ്യലി 0 ആയിരിക്കും, പക്ഷെ ഇൻഡക്ടർ കറണ്ടിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 40 ആണ്. VL 0 പ്ലസ്, ഇൻഡക്ടർ ഇനീഷ്യലി ഓപ്പൺ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇൻഡക്ടർ അക്രോസ് ഉള്ള വോൾട്ടേജ് 40 വോൾട്ട് ആണ്. സോ di/dt അറ്റ് 0 പ്ലസ്, ഇനീഷ്യൽ ആയിട്ടുള്ള ഇൻഡക്ടർ കറണ്ടിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് 40 ഡിവൈഡഡ് ബൈ ഇൻഡക്ടൻസ് വാല്യൂ 4 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആംപിയർ പെർ സെക്കൻഡ് എന്നുള്ള റേറ്റിലാണ് ചേഞ്ച് ചെയ്യുക. സോ കറക്റ്റ് ഓപ്ഷൻ 15th ക്വസ്റ്റ്യന്റെ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ആണ്. 10 ആംപിയർ പെർ സെക്കൻഡ് ആണ്. അടുത്തത്, റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു മാഗ്നറ്റൈസിംഗ് ഫോഴ്സ്. മാഗ്നറ്റൈസേഷൻ M. ക്വസ്റ്റ്യൻ നമ്പർ 15 ആൻസർ ആണ്. M ഈസ് പ്രൊപ്പോർഷണൽ ടു H. സോ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. M ഇസ് ഈക്വൽ ടു psi ഇൻറ്റു H. Psi ഈസ് കാൾഡ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ ചാർജ്ഡ് ഹോളോ സ്ഫിയർ. നമുക്കറിയാം, ഒരു ചാർജ്ഡ് ഹോളോസ്ഫിയർ ആവുമ്പോൾ അതിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെന്ന് കരുതിക്കോളൂ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്ഫിയർ ഈസ് ഈക്വൽ ടു 0 ഹിയർ. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ടു എ പോയിന്റ് ഇൻ സ്പേസ്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ദ ചാർജഡ് സ്ഫിയർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ. സോ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ഹോളോ ചാർജഡ് സ്ഫിയർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ദ ചാർജ്, യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദ സർഫസ്, അത് തന്നെ ആയിരിക്കും വർക്ക് ഡൺ ടു ബ്രിങ് ദ ചാർജ് അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദ സ്ഫിയർ. അപ്പൊ നമുക്ക് ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻസൈഡ് സ്ഫിയറിൽ വർക്ക് ഡൺ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. സോ പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ ഹോളോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓൺ ദ സർഫസ്. അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പൊട്ടൻഷ്യൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സർഫസിൽ എത്ര പൊട്ടൻഷ്യൽ ഉണ്ടോ അതേ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഉള്ളിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും. ഒരു ഹോളോ ചാർജ്ഡ് സ്ഫിയറിന്റെ കേസാണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ 0 ആണ്. ഇപ്പോൾ ഒരു ചെറിയ ചിലർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ വരും, അത് 0 ആണോ എന്നുള്ളത്. പൊട്ടൻഷ്യൽ നമ്മൾ എടുക്കുമ്പോൾ വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. ഇവിടെ സർഫസ് വരെ എത്തുന്നത് വരെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിനുശേഷം ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ അവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഉള്ളിൽ മാത്രം, ആ ഉള്ളിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. പക്ഷെ നമ്മൾ ആ ചാർജിന് സർഫസിൽ എത്തിക്കണം. അപ്പൊ അതിനെടുക്കുന്ന വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ inside the hollow sphere will be same as that on the surface. So correct answer option C ആണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്തത് ഏരിയ ഓഫ് ഹിസ്റ്ററിസിസ് ലൂപ്പ്. നമുക്കറിയാം ഹിസ്റ്ററിസിസ് ലൂപ്പ് നമ്മൾ വരയ്ക്കുന്നത് മാഗ്നറ്റൈസേഷൻ Hഉം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി Bയും എടുത്തിട്ടാണ്. സോ ഇതിന്റെ ഡയഗ്രാം നമുക്ക് കിട്ടുന്നത്
ഈ ഒരു ഷേപ്പിലാണ്. ഓക്കെ, ഏരിയ അതിന്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എനർജി ലോസ് പെർ സൈക്കിൾ ആണ് വരുന്നത്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്തത് വളരെ സിമ്പിൾ ആണ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ലെൻസസ് ലോ ആർ സമ്മറൈസ്ഡ് ഇൻ ഇക്വേഷൻ. നമുക്കറിയാം ഫാരഡേസ് ലോ എന്താ പറയുന്നത്? induced EMF produced in a coil is directly proportional to rate of change of ഫ്ലക്സ് ലിങ്കേജ്. ഫ്ലക്സ് ലിങ്കേജ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് psi ആയിട്ടാണ്. അപ്പൊ d psi by dt ആണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഓർ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ആൾവേസ് ഓപ്പോസിറ്റ് ടു ദ റേറ്റ് ഓഫ്, ഇറ്റ് വിൽ ആൾവേസ് ഒപ്പോസ് ദ വെരി കോസ് വിച്ച് പ്രൊഡ്യൂസസ് ഇറ്റ്. അതുകൊണ്ട് ലെൻസസ് ലോ പ്രകാരമാണ് നമ്മൾ ഒരു നെഗറ്റീവ് സൈൻ ഇടുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20 എന്താ പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദ റെസിഡിയൽ മാഗ്നറ്റൈസേഷൻ ടു സീറോ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡ് ടു, ഇപ്പൊ ഇത് ഹിസ്റ്ററിസിസ് പോലെ തന്നെ, ഹിസ്റ്ററിസിസ് ലൂപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20 നമ്മൾ ഹിസ്റ്ററിസിസ് കർവ് നമ്മൾ വരയ്ക്കുമ്പോൾ അതിനെ ആദ്യം മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, അതിനുശേഷം ഈ രീതിയിലാണ് ഇത് വരിക. അത് ഈ ഒരു വാല്യൂ അത് റിറ്റെയിൻ ചെയ്യുന്ന ഫ്ലക്സ് ആണ്, ദാറ്റ് ഈസ് കാൾഡ് റിറ്റന്റിവിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മൾ അതിന്റെ റിറ്റന്റിവിറ്റി എന്ന് പറയുന്നതിന്റെ മെഷറാണ്, റിറ്റന്റിവിറ്റി. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി സീറോ ആക്കാൻ നമ്മൾ റിവേഴ്സ് ഡയറക്ഷനിൽ മാഗ്നറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം, ആൻഡ് ദാറ്റ് ഈസ് കാൾഡ് കോഴ്സിവിറ്റി. അപ്പോൾ കോഴ്സിവിറ്റി എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്, റിവേഴ്സ് മാഗ്നറ്റൈസേഷൻ ആണ്. റെസിഡ്യൂൽ മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡ് ടു റിഡ്യൂസ് ദ റെസിഡ്യൂൽ മാഗ്നറ്റൈസേഷൻ ടു സീറോ. മാഗ്നറ്റൈസേഷൻ സീറോയിലേക്ക് എത്തിക്കാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് എന്ത്? കോഴ്സിവിറ്റി എന്ന് പറയുന്ന ആ ഒരു ടേം യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 21. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ആർ ഡിസൈൻ ഫോർ ലോവർ ഓപ്ഷൻസ് അയൺ ലോസ്, പവർ ഫാക്ടർ, കോപ്പർ ലോസ്, വിൻറ്റേജ് ലോസ്. ഇവിടെ നമ്മൾ അയൺ ലോസ് മിനിമൈസ് ചെയ്യുന്നു. മാഗ്നറ്റിക് ലോസസ് ആണ് അയൺ ലോസ് എന്ന് പറയുന്നത്. അതായത് ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസും ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മിനിമൈസ് ചെയ്യുന്ന രൂപത്തിലാണ് അതിനെ ഡിസൈൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC മോട്ടോർ. എല്ലാവർക്കും അറിയാം മെക്കാനിക്കൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ടോർക്കും അതുപോലെ തന്നെ സ്പീഡുമാണ്. സ്പീഡും ടോർക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, സ്പീഡ് വേഴ്സസ് ടോർക്ക് വേഴ്സസ് സ്പീഡ്, ടോർക്ക് TA വേഴ്സസ് N, സ്പീഡ്. അതാണ് മെക്കാനിക്കൽ പാരാമീറ്റേഴ്സ്. രണ്ടും ടോർക്കും സ്പീഡ് മെക്കാനിക്കൽ പാരാമീറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ടോർക്ക് വേഴ്സസ് സ്പീഡ് ആണ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 23. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് പോൾസ് ടു ഗെറ്റ് മാക്സിമം സ്പീഡ്? മാക്സിമം സ്പീഡ് കിട്ടാൻ എത്ര ആയിരിക്കണം അതിന്റെ പോൾസിന്റെ നമ്പർ എന്നാണ്. നമുക്കറിയാം നമ്പർ ഓഫ് RPM, റൊട്ടേഷൻ സ്പീഡ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് 120 F/P എന്നുള്ള ഫോർമുലയാണ്. ഇതാണ് ഫോർമുല. അപ്പോൾ N മിനിമൈസ് ചെയ്യണമെങ്കിൽ P മിനിമം വേണം. ഏറ്റവും മിനിമം വാല്യൂ ഓഫ് പോൾസ് വരുന്നത്, പോൾസ് എപ്പോഴും പെയർ ആയിട്ടാണ് വരിക, മിനിമം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, സോ വെൻ P equal to 2 will get a maximum speed. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത്, ഓക്കെ നമുക്ക് 24 സ്റ്റാർട്ടിംഗ് ടോർക്ക് ടോ എസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു V². V²നാണ് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോറിന്റെ കേസിൽ ടോർക്ക്, സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു V². അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കാർബൺ ബ്രഷസ് ആർ പ്രിഫേർഡ് ഓവർ കോപ്പർ ബ്രഷസ് ഇൻ DC മെഷീൻസ്. ഓപ്ഷൻ എ, ഡ്യൂ ടു സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി, ലെസ് വെയിറ്റ്, ലെസ് സൈസ്, നൺ ഓഫ് ദീസ്. ഇത് നമുക്കറിയാം, ഇതിന്റെ ഡ്യൂ ടു സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടിയാണ്. കോപ്പർ ബ്രഷ് അതിന് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അത് ഒരിക്കലും അതിന്റെ ഫ്രിക്ഷൻ കാരണം സ്പാർക്കും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കോപ്പർ ബ്രഷസ് ആണ് DC മെഷീൻസ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ DC ജനറേറ്റർ
if flux is reduced by 20% and speed is increased by 20%. നമുക്ക് ഡി സി മെഷീനിൽ ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇ എം എഫ് ജനറേറ്റഡ് ഈക്വൽ ടു 5ZN/60 ഇൻറ്റു പി ഡിവൈഡഡ് ബൈ എ. ക്വാണ്ടിറ്റീസ് എല്ലാം അറിയാലോ. ഫ്ലക്സ് പെർ പോൾ ആണ്, Z നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, ആൻഡ് സ്പീഡ് P പോൾസ് ആൻഡ് A നമ്പർ ഓഫ് പാരലൽ പാത്സ്. അപ്പോൾ ഇത്രയും വോൾട്ട് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇ ജി അപ്പോൾ ഇങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 5 ഇൻറ്റു എൻ. അപ്പോൾ 5 ഇൻറ്റു എൻ, 5 എന്ന് പറയുമ്പോൾ ഫ്ലക്സ് പെർ പോളിനും അതുപോലെ സ്പീഡിന് RPM ഇതിന് രണ്ടിന്റെയും പ്രോഡക്റ്റിന് പ്രൊപ്പോർഷണൽ ആണ്. ഇനി നമുക്ക് ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻ എടുക്കാം. ഇ ജി ഡാഷ് സെക്കൻഡ് കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇ എം എഫ് ജനറേറ്റഡ് ഫ്ലക്സ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 20%. ഫ്ലക്സ് 20% റെഡ്യൂസ് ചെയ്യാണ്. അപ്പൊ നമുക്കത് 0.85 ആയിട്ട് മാറുകയാണ്, ഡിക്രീസ് ചെയ്യാം 20% റെഡ്യൂസ് ചെയ്തിട്ട്. അതുപോലെ സ്പീഡ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. ഇറ്റ് ബിക്കം 1.2 ടൈംസ് ഇനീഷ്യൽ വാല്യൂ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇ ജി ഡാഷ് എന്ന് പറയുമ്പോൾ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 0.96 എന്ന് കിട്ടും. 96 ഇൻറ്റു ഇ ജി എന്ന് കിട്ടും. 0.8 ഇൻറ്റു 1.2. സോ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ബൈ എത്ര ശതമാനമാണ്? 0.96. അപ്പോൾ 1 മൈനസ് 0.96 ഇൻറ്റു 100%. പെർസെൻറ്റേജിലേക്ക് മാറ്റുകയാണെങ്കിൽ 100%. ദാറ്റ് ഈസ് ഈക്വൽ ടു 4%. അപ്പോൾ 4% വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും, ഇ എം എഫ് ഡിക്രീസ് ചെയ്യും. സോ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ? ഡി സി മോട്ടോർ കണക്റ്റഡ് ടു 220 വോൾട്ട് സപ്ലൈ ടേക്ക് 60 ആംപിയർ. പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ. ഓക്കെ, പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ. നമുക്കറിയാം എനർജി, ബാക്ക് ഇ എം എഫ് ആണ് ഇവിടെ എനർജി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇ ബി ആയിട്ടാണ് നമ്മൾ ബാക്ക് ഇ എം എഫ് ഡിനോട്ട് ചെയ്യുന്നത്. ഡി സി മോട്ടോർ ആണ് നമ്മൾ. അപ്പോൾ RA നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, ഫീൽഡ് അതിൻ്റെ ഓക്കെ, ഇവിടെ 220 വോൾട്ട് ആണ് സപ്ലൈ വോൾട്ടേജ്. ഓക്കെ, സപ്ലൈ വോൾട്ടേജ് 220 വോൾട്ട് ആണ്. ആർമേച്ചർ കറണ്ട് IA. So power developed in the armature PA is equal to EB into IA. EB നമുക്കറിയാം V supply voltage V minus drop in armature. Armature resistance RA ആണെങ്കിൽ I into RA. IA into RA into IA. So V into IA minus IA square into RA. നമുക്കറിയാം for maximum PA value dPA by dIA equal to 0. ഈ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ V minus 2 into IA RA equal to 0. So IA RA drop in armature is V by 2. ബാക്കി വോൾട്ടേജ് ആണ് EB ആയിട്ട് അപ്പിയർ ചെയ്യുക. V by 2 ആണ്. സോ മാക്സിമം പവർ ട്രാൻസ്ഫറിന് EB equal to V by 2. ഈ കണ്ടീഷൻ വരുമ്പോഴാണ് നമുക്ക് മാക്സിമം പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ കിട്ടുന്നത്. ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 220 വോൾട്ട് ആണ്. 220 ഡിവൈഡഡ് ബൈ 2, 220 by 2 ഈക്വൽ ടു 110 വോൾട്ട് ആണ് വരുന്നത്. സോ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇതിന്റെ കണ്ടീഷൻ പഠിച്ചു വെച്ചാൽ വളരെ ഈസി ആയിട്ട് കിട്ടും. EB ഈക്വൽ ടു V by 2 എന്നുള്ള വോൾട്ടേജ് കണ്ടീഷനിലാണ് മാക്സിമം പവർ ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. If the primary current of transformer is twice the secondary current, then it is named as dash transformer. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൈമറി കറന്റ് is twice. I1 ആയിട്ട് നമുക്ക് എടുക്കാം. പ്രൈമറി കറന്റ് I1 ഈക്വൽ ടു 2 ടൈംസ് I2. നമുക്ക് വേണ്ടത് V2 by V1 ആണ്. V2 by V1 ഈക്വൽ ടു I1 by I2 ഈക്വൽ ടു 2 by 1. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2 ആണ്. സോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്?
Question number 29. 29. Iron silicon alloy core is used in a transformer. Option A. Ensure high permeability of magnetic material. Keep minimum iron loss. And option C. A and B. A and B എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. And option D. None of these. So ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഓപ്ഷൻ സി ഈസ് കറക്റ്റ് ആൻസർ. അടുത്തത് എന്താണ്? മോസ്റ്റ് ഇക്കണോമിക്കലി യൂസ്ഡ് ട്രാൻസ്ഫോമർ കണക്ഷൻ ഈസ് ദാറ്റ് ഓഫ് ഈസ് ഡാഷ് ഫോർ സ്മാൾ കറന്റ് ആൻഡ് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ. നമുക്കറിയാം ഈ സ്റ്റാർ കണക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്താണ് സ്റ്റാർ കണക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലെ കറണ്ട് ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ട്. ലൈൻ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ VL എന്ന് പറയുന്നത് √3 ഇൻറ്റു ഫേസ് വോൾട്ടേജ് ആണ്. വോൾട്ടേജ് കൂടുതലും കറണ്ട് കുറവും വരുന്നത് സ്റ്റാർ കണക്ഷനിലാണ്. ഇപ്പൊ സ്റ്റാർ കണക്ഷനാണ് നമ്മൾ ഇക്കണോമിക്കൽ ആയിട്ടുള്ള കറണ്ട് കുറവും ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്റ്റാർ കണക്ഷൻ ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 30യുടെ ആൻസർ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ എ. 30 ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ഒക്ടാൽ നമ്പർ ആണ് തന്നിരിക്കുന്നത്. ദ ഒക്ടാൽ നമ്പർ 752.222 ഈസ് ഇക്വലന്റ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? 752.222. ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വിൽ കൺവേർട്ട് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ചെയ്ത ചോദ്യങ്ങളാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്താണ് ഇതിന്റെ മെത്തേഡ്? ആദ്യം ഇതിനെ ബൈനറിയിലേക്ക് മാറ്റുക. ബൈനറിയിലേക്ക് മാറ്റുന്നു. ബൈനറിയിൽ നിന്ന് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? ബൈനറി ടു ഹെക്സയിലേക്ക് മാറ്റാം. സോ ബൈനറി 7 എന്ന് പറയുമ്പോൾ ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ 3 ബിറ്റ് ആണ് നമ്മൾ വെച്ചത്. 111. 5 എന്ന് പറയുമ്പോൾ 101. 2010. 0.2 എന്ന് പറയുമ്പോൾ 010. 010. 010. ഓക്കെ, ഇനി 4 ബിറ്റിന്റെ കോമ്പിനേഷൻ. അപ്പോൾ ബൈനറി പോയിന്റിന്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 2 ബിറ്റിന്റെ കോമ്പിനേഷൻസ് ആയിട്ട് എടുക്കാം, 4 ബിറ്റിന്റെ കോമ്പിനേഷൻസ് ആയിട്ട് എടുക്കാം. ഇവിടെ 1 മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് 3 0 കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ വാല്യൂ നമുക്ക് 1 കിട്ടും. 1010 എന്ന് പറയുമ്പോൾ എ ആണ്. 1EA. 0100 4 ആണ് വരുന്നത്. 1001 9 ആണ്. സോ ആൻസർ എന്ന് പറയുമ്പോൾ 1EA.49 എന്നുള്ള വാല്യൂ ആണ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ 4-bit റിപ്പിൾ കൗണ്ടർ ആൻഡ് എ 4-bit synchronous counter are made using flip-flops having propagation delay of 10 nanosecond each. If the worst case delay in the ripple counter and the synchronous counter be R and S respectively, then ഇവിടെ തന്നിരിക്കുന്നത് 2 തരം കൗണ്ടർ ആണ്. ഒന്ന് റിപ്പിൾ കൗണ്ടർ ഓർ അസിൻക്രോണസ് കൗണ്ടർ. ഇതിനകത്ത് എങ്ങനെയാണ് വരിക? റിപ്പിൾ കൗണ്ടറിൽ ക്ലോക്ക് കോമൺ അല്ല. ആദ്യത്തെ സ്റ്റേജിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്നാണ് അടുത്തതിലേക്ക് ക്ലോക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഓരോ സ്റ്റേജ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 1, ഫ്ലിപ്പ് ഫ്ലോപ്പ് 2, ഫ്ലിപ്പ് ഫ്ലോപ്പ് 3. ഇതിന്റെ എല്ലാത്തിന്റെ ഡിലേ എന്ന് പറയുന്നത് 10 നാനോസെക്കൻഡ് ആണ്. 10 നാനോസെക്കൻഡ്, 10 നാനോസെക്കൻഡ്, 10 നാനോസെക്കൻഡ്, 10 നാനോസെക്കൻഡ്. ഇവിടെ ടോട്ടൽ ഡിലേ വരിക, ഈ ക്ലോക്ക് പൾസസ് ഓരോ സ്റ്റേജിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ട് വരണം. അപ്പൊ ഇവിടേക്ക് ഔട്ട്പുട്ട് വരുമ്പോഴേക്ക് 40 നാനോസെക്കൻഡ് ആണ്. 4 സ്റ്റേജസ് വരുമ്പോൾ n സ്റ്റേജസ് ആണെങ്കിൽ n ഇൻറ്റു ഡിലേ d ഈക്വൽ ടു 40 നാനോസെക്കൻഡ്. ഇനി സിങ്ക്രോണസ് കൗണ്ടർ ആകുമ്പോൾ നമ്മൾ എല്ലാത്തിലേക്കും ഒരേ ടൈമിലാണ് ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നത്, അല്ലേ?
ക്ലോക്ക് ഒരു കോമൺ ക്ലോക്ക് ആണ് കൊടുക്കുന്നത്. കോമൺ ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ സിക്രോണസ് കൗണ്ടർ ഫാസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പൊ ഇതിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഡിലേ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. 10 നാനോ സെക്കൻഡ് ആണ് ഡിലേ. ഡിലേ ഈക്വൽ ടു 10 നാനോ സെക്കൻഡ്. ഓക്കെ, നമുക്ക് എന്താണ് ഇത് ആൻസർ ആയിട്ട് കിട്ടുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും അല്ലെ. ആർ ഈക്വൽ ടു റിപ്പിൾ കൗണ്ടറിന്റെ ഡിലേ എന്ന് പറയുന്നത് 40 നാനോ സെക്കൻഡും അതുപോലെ സിങ്ക്രോണസ് കൗണ്ടറിന്റെ ഡിലേ എന്ന് പറയുന്നത് 10 നാനോ സെക്കൻഡും ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് കോമ്പിനേഷൻ സർക്യൂട്ട് ഈസ് വെൽ നോൺ ഫോർ സെലക്ടിങ് എ സിംഗിൾ ഇൻപുട്ട് ഫ്രം മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് ആൻഡ് ഗൈഡിങ് ബൈനറി ഇൻഫർമേഷൻ ടു ഔട്ട്പുട്ട് ലൈൻ? ഇവിടെ നമുക്ക് സിംഗിൾ ഇൻപുട്ട് ആണ് വരുന്നത്. ഒരു ഇൻപുട്ടും സിംഗിൾ ഇൻപുട്ട് ആൻഡ് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ആണ്. മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. എ കോമ്പിനേഷൻ സർക്യൂട്ട് വെൽ നോൺ ഫോർ സെലക്ടിങ് എ സിംഗിൾ ഇൻപുട്ട് ഫ്രം മൾട്ടിപ്പിൾ ഇൻപുട്ട്സ്. മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് ആണ് വരുന്നത്. ഒരുപാട് ഇൻപുട്ട് ലൈൻസ് ഉണ്ട്. ഈ ഇൻപുട്ട് ലൈനിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് ലൈനിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 2n ഇൻപുട്ട് ലൈൻസ് ഉണ്ടാവും. അതിൽ നിന്ന് 1 ഔട്ട്പുട്ട് ലൈൻ സെലക്ട് ചെയ്യുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? മക്സ് ആണ് അല്ലെ. മൾട്ടിപ്ലെക്സർ എന്നുള്ള സർക്യൂട്ടാണ് മൾട്ടിപ്ലെക്സർ. മൾട്ടിപ്ലെക്സറിന്റെ മറ്റൊരു പേരാണ് ഡാറ്റ സെലക്ടർ. ഡാറ്റ സെലക്ടർ. ഓക്കെ, അപ്പോൾ ഡാറ്റ സെലക്ടർ, ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടർ. ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഡി മൾട്ടിപ്ലെക്സർ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡാറ്റ സെലക്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം എന്താണ്? ഹൗ മെനി നോട്ട് ഗേറ്റ്സ് ആർ റിക്വയർഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എ 4-to-1 മൾട്ടിപ്ലെക്സർ ഫ്രം ദ ഫോളോയിങ്? 4-to-1 മൾട്ടിപ്ലെക്സർ. ഇപ്പോൾ 4 ഇൻപുട്ട് ലൈൻസ് ആണ് വരുന്നത്. 4 ഇൻപുട്ട് ലൈൻസ്, സിംഗിൾ ഔട്ട്പുട്ട് ലൈൻ. നമുക്ക് ഒരു ഔട്ട്പുട്ട് ലൈൻ, 2 സെലക്ട് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് എന്ന് പറയുന്നത് 2 ആണ് വരിക. S0 എന്നുള്ള സെലക്ട് ലൈൻ ഉണ്ടാവും. അതുപോലെ തന്നെ S1 എന്നുള്ള സെലക്ട് ലൈൻ ഉണ്ടാവും. S0, S1. അപ്പോൾ നമുക്ക് ഒരു ഡാറ്റ 4-to-1 മൾട്ടിപ്ലെക്സറിന്റെ കേസിൽ 4 ഇൻപുട്ട് ലൈനിൽ വരുന്ന ഡാറ്റ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യാണ് അക്കോർഡിംഗ് ടു ദ ഡാറ്റ സെലക്ട് ലൈൻ ഇൻപുട്ട്. സെലക്ട് ലൈനിൽ വരുന്ന ഇൻപുട്ടിനനുസരിച്ചാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡാറ്റ ഇൻപുട്ട്സ് I0, I1, I2, I3 4 ഇൻപുട്ടായിട്ട് എടുക്കാം. ഔട്ട്പുട്ട് വൈഡ് എക്സ്പ്രഷൻ നമ്മൾ എഴുതുമ്പോൾ സെലക്ട് ലൈൻസിൽ രണ്ടും 0 വരുമ്പോൾ, അതായത് S1 ബാർ S0 ബാർ I0 പ്ലസ് S1 ബാർ S0 I1, S1 S0 ബാർ I2 പ്ലസ് S1 S0 I3. സോ ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ടിന്റെ ലോജിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് y ഈസ് ഗിവൺ ബൈ ദിസ് എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യേണ്ടത് S0യുടെ കോംപ്ലിമെന്റ്. എസിൽ നിന്ന് S0 കോംപ്ലിമെന്റ് ജനറേറ്റ് ചെയ്യണം. S1ന്റെ കോംപ്ലിമെന്റ് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ 2 നോട്ട് ഗേറ്റ് ആണ് ഇവിടെ ആവശ്യമുള്ളത്. അപ്പോൾ എത്ര സെലക്ട് ലൈൻസ് ഉണ്ടോ അത്രയും നോട്ട് ഗേറ്റ്സ് ആണ് വരിക. ഇവിടെ 2 സെലക്ട് ലൈൻ ആയതുകൊണ്ട് വി നീഡ് 2 ഇൻവെർട്ടേഴ്സ് ഓർ നോട്ട് ഗേറ്റ്സ്. സോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 35 എന്താണെന്ന് ചോദിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് ആഡർ സർക്യൂട്ട് ദ ക്യാരി പ്രൊപ്പഗേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. ക്യാരി പ്രൊപ്പഗേഷൻ ഫംഗ്ഷൻ CP എന്ന് പറയുന്ന ഫംഗ്ഷൻ A XOR B ആണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഇല്ല, പക്ഷെ ഓപ്ഷൻ നമുക്ക് C എടുക്കാം. ഇതിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. A XOR B ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 36. The design and architecture of arithmetic and logic circuit is established on which scheme? അപ്പോൾ ഏത് സ്കീമിലാണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് സർക്യൂട്ട് വരുന്നത്? അരിത്തമാറ്റിക് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ആഡർ, സബ്ട്രാക്ടർ, മൾട്ടിപ്ലയർ, ഡിവൈഡിങ് സർക്യൂട്ട്, ഇതെല്ലാം തന്നെ അരിത്തമാറ്റിക് സർക്യൂട്ടാണ്. ലോജിക് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം തന്നെ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 37. ഓക്കെ, ഇതിൽ പറയുന്നത് ക്ലോക്ക് ഫ്രീക്വൻസി ഓഫ് 8085 മൈക്രോ പ്രൊസസർ ഈസ് 10 MHz
and time required to execute an instruction is 1.2 microsecond. Then T state needed for executing the instruction. T statesന്റെ നമ്പർ ആണ്. നമുക്കറിയാം ഡ്യൂറേഷൻ ഓഫ് ടി സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1/f ആണ് വരുന്നത്. ടി സ്റ്റേറ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഡ്യൂറേഷൻ is equal to 1/f. എത്രയാണ് ഇവിടെ വരുന്നത്? 1/10 മെഗാഹെർട്സ് ആണ്. 10 മെഗാഹെർട്സ്. അപ്പോൾ എത്രയായിരിക്കും ഇതിന്റെ വാല്യൂ വരുന്നത്? 10⁻⁻7 സെക്കൻഡ്സ് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, 0.1 മൈക്രോ സെക്കൻഡ് എന്ന് എടുക്കാം. 0.1 മൈക്രോ സെക്കൻഡ്. ഇതാണ് ഒരു ടി സ്റ്റേറ്റിന്റെ ഡ്യൂറേഷൻ. ടോട്ടൽ ഇൻസ്ട്രക്ഷൻ എടുക്കുന്നത് 1.2 മൈക്രോ സെക്കൻഡ് ആണ്. ഓക്കെ, സോ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് ടൈം ഈക്വൽ ടു 1.2 മൈക്രോ സെക്കൻഡ് ആണ്. അപ്പോൾ എത്ര ടി സ്റ്റേറ്റ്സ് ഇതിൽ വരും? നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ഡ്യൂറേഷനെ നമുക്ക് ടി സ്റ്റേറ്റിന്റെ ഡ്യൂറേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1.2 മൈക്രോ ഡിവൈഡ് ബൈ 0.1 മൈക്രോ ഈക്വൽ ടു 12. അപ്പോൾ 12 ടി സ്റ്റേറ്റ്സ് ആണ് നമുക്ക് ടോട്ടൽ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ചോദ്യം, two processors 1 and 2 executing the same instruction set and under identical conditions, then a same input program running on second processor take 25% less time but incurs 20% more cycles per instruction as compared to the program running on first computer or first processor. If the clock frequency of first processor is 1 gigahertz, the frequency of second processor, നമുക്കറിയാം സെക്കൻഡ് പ്രോസസ്സർ വളരെ കുറച്ച് ടൈമേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ക്ലോക്ക് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഓക്കെ, ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് സെക്കൻഡ് പ്രോസസ്സർ എന്ന് പറയുന്നത്. കാരണം പ്രോസസ്സർ എടുക്കുന്ന ടൈം 25% ലെസ് ടൈമാണ്. പക്ഷേ കൂടുതൽ ക്ലോക്ക് സൈക്കിൾസ് എടുക്കുന്നുണ്ട് പെർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. 20% മോർ ക്ലോക്ക് പെർ ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ട് ആസ് കമ്പയർഡ് ടു ദ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യമായിട്ട് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്കതിൻ്റെ CPU എക്സിക്യൂഷൻ ടൈമും അതുപോലെ തന്നെ ക്ലോക്ക് പൾസിന്റെ പെർ ഇൻസ്ട്രക്ഷൻ, ക്ലോക്ക് പൾസസ് പെർ ഇൻസ്ട്രക്ഷൻ, നമ്പർ ഓഫ് ക്ലോക്ക് പൾസസ് പെർ ഇൻസ്ട്രക്ഷനും അതുപോലെ സൈക്കിൾ ടൈം എല്ലാം അറിയാമെങ്കിൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ടഡ് ഈസ് CPU ടൈം ഡിവൈഡഡ് ബൈ ക്ലോക്ക് പൾസസ് പെർ ഇൻസ്ട്രക്ഷൻ, CPI, ക്ലോക്ക് പൾസസ് പെർ ഇൻസ്ട്രക്ഷൻ ഇൻറ്റു സൈക്കിൾ ടൈം ആണ്. സൈക്കിൾ ടൈം എന്ന് പറയുമ്പോൾ 1/f ആണ് വരുന്നത്. സോ നമുക്ക് ക്ലോക്ക് CPU ടൈം എന്ന് പറയുന്നത് 20% ലെസ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് കേസായിട്ട് എടുക്കാം. ആദ്യത്തെ കേസിൽ T1 നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് സെയിം ആണ്. അപ്പോൾ T1 എന്ന് പറയുന്നതാണ് ആദ്യത്തെ, ഇത് നമുക്ക് T ആയിട്ട് എടുക്കാം. T1 ഡിവൈഡഡ് ബൈ ക്ലോക്ക് പൾസസ് പെർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 20% മോർ ക്ലോക്ക് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ നമുക്ക് CPI 1 ആയിട്ട് എടുക്കാം ഇൻറ്റു സൈക്കിൾസ്. അപ്പോൾ സൈക്കിൾ ടൈം എന്ന് പറയുമ്പോൾ 1/f1 ആണ് വരുന്നത്. 1/f1 ഈക്വൽ ടു T2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര എടുക്കാം? T2 എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് 20% ലെസ് ആണ്. 0.75 T1 ഡിവൈഡഡ് ബൈ ഇത് 20% മോർ ക്ലോക്ക് പൾസസ് പെർ ഇൻസ്ട്രക്ഷൻ ആണ് എടുക്കുന്നത്. സോ 1.2 ടൈംസ് CPI 1 ഇൻറ്റു 1/f2. നമുക്ക് കാണേണ്ടത് F2ന്റെ വാല്യൂ ആണ്. ഫ്രീക്വൻസി ഓഫ് സെക്കൻഡ് പ്രോസസ്സർ ആണ് ക്ലോക്ക് ഫ്രീക്വൻസി. സോ F2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ F2ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് T1 ഡിവൈഡഡ് ബൈ T2. ആ റേഷ്യോ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? T1 ഡിവൈഡ് ബൈ T2 1/0.75 ഇൻറ്റു
1.2 ഇൻറ്റു F1 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. സോ അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0.75 നമുക്ക് 3/4 4/3 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ 4/3 ഇൻറ്റു ഇത് 6/5 ആണ്. 6/5 ഇൻറ്റു F1 എത്രയായിരുന്നു? F1 ഈക്വൽ ടു 1 GHz ആണ്. അപ്പോൾ 1 GHz. സോ നമുക്ക് 24/15 എന്നാണ് ആൻസർ കിട്ടുന്നത്. അതിൻ്റെ വാല്യൂ 1.6 GHz. 1.6 GHz എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോസസ്സറിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ് നമുക്ക് കിട്ടുക. ഓക്കെ. സോ ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് നമുക്ക് ചെയ്യാനുള്ളത്, ഈ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് സെയിം ആയിട്ടാണ് വരുന്നത്. രണ്ട് പ്രോഗ്രാമിലും റൺ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് സെയിം ആണ്. അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് ഓർത്തിരുന്നാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 39 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 39 എന്താണ് പറയുന്നത്? ഇൻ 8085 assembly language, a sequence of 2 registers that multiplies the content of DE register pair by 2 and store that result in HL register pair. ഇവിടെ നമുക്ക് രണ്ട് ഓപ്പറേഷൻ കരുതാം. ആദ്യം ഡിയിലെയും HLലെയും കണ്ടന്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോഗ്രാം, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ. സോ ദാറ്റ് ഈസ് എക്സ്ചേഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ്. എക്സ്ചേഞ്ച് ഇൻസ്ട്രക്ഷൻ. സോ അത് എന്താണ് ചെയ്യുന്നത്? exchanges contents of register pairs HL, DE and HL. ഡിയുടെയും HLലെയും കണ്ടന്റ് ഇന്റർചേഞ്ച് ചെയ്യുന്നു. പിന്നീട് നമ്മൾ HLലെ കണ്ടന്റ് അതിനോട് തന്നെ ആഡ് ചെയ്തിട്ട് HL സ്റ്റോർ ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് ഡാഡ് H എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഡാഡ് എന്ന് പറയുമ്പോൾ ആഡ് കണ്ടന്റ് ഓഫ് HL പെയർ വിത്ത് itself and store in HL പെയർ. സോ HL രജിസ്റ്റർ പെയറിലെ കണ്ടൻസിനോട് കൂടെ അതിലെ കണ്ടന്റ് വീണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള രൂപത്തിൽ വരും. അതിനുശേഷം HL തന്നെ സ്റ്റോർ ചെയ്യും. സോ നമുക്ക് ഇവിടെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് വരുന്നത് എക്സ്ചേഞ്ച് ആൻഡ് ഡാഡ് H എന്നുള്ള ആ ഇൻസ്ട്രക്ഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 41. With the available head of 1 meter to develop 1 horsepower power output from a hydroelectric power plant, the speed at which turbine will be rotated or will rotate is called. എന്താണ് ഈ ഒരു ക്വാണ്ടിറ്റി? ഇതൊരു ഡെഫിനിഷൻ ആണ്. സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഡെഫിനിഷൻ ആണ്. അതായത് യൂണിറ്റ് ഓവർ ഹെഡിൽ നിന്ന് യൂണിറ്റ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സ്പീഡിലാണ് അത് റൊട്ടേഷൻ നടത്തുന്നത്, ആ സ്പീഡിനെയാണ് സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ ഇവിടെ നമുക്ക് സ്പെസിഫിക് സ്പീഡിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ പറയാം. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സ്പെസിഫിക് സ്പീഡാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ മോഡറേറ്റർ which is used in nuclear power plant to slow down the fast moving neutrons should have. അപ്പോൾ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ന്യൂട്രോൺസിനെ സ്പീഡ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? സാധാരണ യൂസ് ചെയ്യുന്ന കൂളൻ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നത് ഹെവി വാട്ടർ പോലുള്ള ഇതാണ്, മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോ മോളിക്കുലാർ വെയിറ്റ് ആണ്. ഹൈ മോളിക്കുലാർ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ അത് ന്യൂട്രോണെ അബ്സോർബ് ചെയ്യും. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ലോ മോളിക്കുലാർ വെയിറ്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Now അടുത്ത ക്വസ്റ്റ്യൻ, the conductor is composed of 7 identical copper strands each having a radius of 2 cm. Then the self GMD of the conductor will be. സെൽഫ് GMT ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 43, ക്വസ്റ്റ്യൻ നമ്പർ 43,
self GMD of 7-strand conductor is 49th root of the distance. അപ്പോൾ നമുക്ക് 49th root of the distance ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വരുന്നത് self GMD of the 7-strand conductor. അതിൻ്റെ ഫോർമുല നമുക്ക് റെഡി ആയിട്ടുള്ള ഫോർമുല ഉണ്ട്. 2.177 R ആണ് ഫോർമുല. R എന്ന് പറയുമ്പോൾ റേഡിയസ് എത്രയാണ്? റേഡിയസ് തന്നിരിക്കുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. സോ ആൻസർ വിൽ ബി ഇൻ സെൻറ്റിമീറ്റർ. 2.177 into 2. So right answer is 4.354. ഇത്രയും സെൻറ്റിമീറ്റർ ആണ് സെൽഫ് GMD വരുന്നത്. അതിൻ്റെ ആൻസർ നമുക്ക് 4.35 എന്നുള്ള വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ അടുത്ത ചോദ്യം സർക്യൂട്ട് ബ്രേക്കറിൻ്റെ വാല്യൂ. സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കേസാണ്. അതിലെന്താണ് ചോദിച്ചിട്ടുള്ളത്? എ സർക്യൂട്ട് ബ്രേക്കർ ഹാസ് interrupted the current at the instant when its value is 5 kiloampere with inductance 10 millihenry and capacitance 1 microfarad. What will be the resistance value required for resistance switching process? ഇവിടെ resistance switching process ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും അതൊരു RLC സർക്യൂട്ട് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വിച്ചിങ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സർക്യൂട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ക്രിട്ടിക്കൽ ഡാംപ്ഡ് സിറ്റുവേഷനിലാണ്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള സ്വിച്ചിങ് വരുന്നത് ക്രിട്ടിക്കലി ഡാംപ്ഡ് കണ്ടീഷനിലാണ്. അതിലും കുറഞ്ഞ സ്പീഡിൽ നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ഓസിലേറ്ററി ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആൻസർ കണ്ടുപിടിക്കുന്നത് 44, ക്വസ്റ്റ്യൻ നമ്പർ 44 ആൻസർ കണ്ടുപിടിക്കുന്നത് കണ്ടീഷൻ ഫോർ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് യൂസ് ചെയ്തിട്ടാണ്. സോ കണ്ടീഷൻ ഫോർ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്താണ്? RLC സർക്യൂട്ടിന്റെ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് R equal to 1/2 into root of L/C. ഈ ഒരു കണ്ടീഷനിലാണ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് നടക്കുന്നത്. നമുക്ക് ഇതിന്റെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആറിന്റെ വാല്യൂ കാണാം 1/2 into root of L. L is 10 millihenry divided by 1 microfarad. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 50 ohm എന്നുള്ള വാല്യൂ ആണ്. സോ റൈറ്റ് ആൻസർ 50 ohm ആണ് വരുന്നത്. അടുത്ത ചോദ്യം എന്താണ്? An over current relay of current rating 5 ampere and settling 150% is connected to a 200/5 ampere current transformer. Then the line current required to pick up the relay. ഇപ്പോൾ റിലേ പിക്കപ്പ് ചെയ്യണം. ഇവിടെ നമുക്ക് ട്രാൻസ്ഫോമറിന്റെ ഓവർ കറണ്ട് റിലേ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റേറ്റഡ് കറണ്ടിന്റെ ഇപ്പോൾ റിലേയുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റേറ്റഡ് ഓവർ 150% ആണ്. അപ്പോൾ റിലേ ഓവർ കറണ്ട് എത്രയാണ് വരുന്നത്? റിലേ ഓവർ കറണ്ട് ഈക്വൽ ടു 150% ഓഫ് റേറ്റഡ് കറണ്ട്. സോ റേറ്റഡ് കറണ്ട് വരുന്നത് 5 ആംപിയർ ആണ്. അതിൻ്റെ 150% എന്ന് പറയുമ്പോൾ 150/100 into 5 equal to 7.5 ആംപിയർ. ഇതാണ് റിലേയുടെ ഓവർ കറണ്ട് വാല്യൂ. ഇനി നമുക്ക് ലൈൻ കറണ്ട് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. CTയുടെ ഇൻപുട്ട് സൈഡിലെ കറണ്ട് ആണ് ലൈൻ കറണ്ട് ആയിട്ട്. ലൈൻ കറണ്ട് ഈക്വൽ ടു എത്രയാണ് നമുക്ക് വരുന്നത് നോക്കാം. ഈ കറണ്ട് ട്രാൻസ്ഫോമറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 200/5 into 7.5 ഈക്വൽ ടു 150% കൂടുതലായിരിക്കണം 200ന്റെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 300 ആംപിയർ ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യം നോക്കാം.
Question number 46. 46. Most appropriate value of mitigating the problem of interference between power line and communication line is. ഇപ്പോൾ പവർ ലൈനും കമ്മ്യൂണിക്കേഷൻ ലൈനും തമ്മിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ്, അതായത് പവർ ലൈനിൽ ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ലൈനിലേക്ക് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് ഇൻഡക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്നാണ് ട്രാൻസ്പോസ് ദ പവർ ലൈൻ എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് വിൽ ബി ദ നേച്ചർ ഓഫ് ഫോൾട്ട് ഇൻ എ പവർ സിസ്റ്റം is subjected to a fault which make zero sequence component of actual current equal to 0. ഇപ്പോൾ ഏത് ഫോൾട്ട് ആണ് സീറോ സീക്വൻസ് കറണ്ട് സീറോ ആക്കുന്ന ഫോൾട്ട് എന്ന് പറയുന്നത്? അത് LL ഫോൾട്ട് ആണ്. റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി.